വന്യജീവി ആക്രമണം തടയുമെന്ന് നിയമസഭയിൽ വനം മന്ത്രി എ.കെ. ശശീന്ദ്രന്റെ മറുപടി. വന്യജീവി ആക്രമണം നിസ്സാരമായി കരുതുന്നില്ല. സഹായത്തിന് കാലതാമസം ഉണ്ടാകില്ലെന്നും മന്ത്രി സഭയെ അറിയിച്ചു. മേഖലയിൽ കടന്നു വരുന്നതിന് ഒന്നിലധികം കാരണങ്ങളുണ്ട്. വന്യമൃഗ ഇടനാഴികളുടെയും വനമേഖലയുടെയും ശുചീകരണം, കാലാവസ്ഥാ വ്യതിയാനം, മാലിന്യ നിക്ഷേപം, കാട്ടുതീ, വനമേഖലയിലെ അശാസ്ത്രീയമായ ടൂറിസം പ്രവർത്തനങ്ങൾ, റോഡ് നിർമ്മാണം, ജനസാന്ദ്രത, വനമേഖലയിൽ ജലവസ്തുവിൻ്റെയും ആഹാരത്തിൻ്റെയും ലഭ്യതക്കുറവ്, തെറ്റായ വിനിയോഗം, വനമേഖലയോട് ചേർന്ന് കൊടുക്കുന്ന ഭൂപ്രദേശങ്ങളിലെ കൃഷിരീതി, അവയുടെ കിടപ്പും കളകളുടെ ആധിക്യവും, വന്യമൃഗങ്ങളെ ആകർഷിക്കാൻ ഭക്ഷണപദാർത്ഥങ്ങൾ നൽകുന്ന വന്യമേഖലയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അനധികൃത ഫാമുകൾ, പരിപാലിക്കാത്ത തോട്ടങ്ങൾ തുടങ്ങിയ വിവിധ കാരണങ്ങളാലാണ് വന്യമൃഗങ്ങൾ ജനമേഖലയിലേക്ക് കടന്നു വരുന്നത്. ബി സ്വീകരിച്ചിട്ടുണ്ട് സർ. അത് കുറച്ചധികം ഉണ്ട്. അല്ല, ഒരു മിനിറ്റ്. അപ്പൊ ഇതിന്റെ ഭാഗമായി മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ എന്ന പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി 1434 കുളങ്ങൾ, 574 വയലുകൾ, വാട്ടർ ഹോഴ്സ് തുടങ്ങി 308ഓളം മറ്റിതര ജലസ്രോതസ്സുകൾ നിർമ്മിക്കാൻ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള 21 പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പോകുന്നത്.